നമസ്കാരം. വീടുകളിൽ പലതരം സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ചിലത് നാം നട്ടു വളർത്തുന്നതാണ്, ചിലത് തനിയെ വളർന്ന് വരുന്നതുമാകുന്നു. തനിയെ വളർന്ന് വരുന്നതായ സസ്യങ്ങൾ ഞാൻ ഈ പരാമർശിക്കുന്ന സസ്യങ്ങളാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. പ്രധാനമായും ആ വീടുകൾക്ക് മഹാഭാഗ്യം തന്നെ നൽകുവാൻ കെൽപ്പുള്ള സസ്യങ്ങളാണ് ഇവ. നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ആ ഭൂമിയിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഭൂമി ആയതിനാൽ കൂടിയാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതായ ഭൂമിയാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഈ സസ്യങ്ങൾ തനിയെ വളർന്ന് വരുന്നതാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ സസ്യങ്ങളും വീടുകളിൽ ഉണ്ടാകണം എന്നില്ല. ഒന്നിൽ കൂടുതലോ ഉണ്ടാകുന്നത് മഹാഭാഗ്യം തന്നെയാണ്. നിങ്ങളുടെ വീടുകളിൽ ഇവ ഉണ്ടോ എന്ന് നോക്കുക. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ സസ്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മുക്കുറ്റിയാണ്. മുക്കുറ്റിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ ഒരു സസ്യമാണ്. അതിനാൽ തന്നെ മുക്കുറ്റി നിങ്ങളുടെ വീടുകളിൽ വളരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. വീടുകളിൽ ധാരാളമായി പിടിച്ചു വന്നു എന്ന് വരാം. ഇപ്രകാരം സംഭവിക്കുന്നത് ആ വീടുകളിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതിൻ്റെ സൂചനയാകാം. അത് ശുഭകരമായ വാർത്തകളാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ സഹായകരമായ ചില അവസരങ്ങളാകാം. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. ആരോഗ്യപരമായ ഉയർച്ച, ആരോഗ്യപരമായ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുകയും ആരോഗ്യപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. ആരോഗ്യ പുരോഗതി പോലും പ്രതീക്ഷിക്കാം. എന്നാൽ ഇവ വീടുകളിലുണ്ട് എങ്കിൽ എല്ലാം പറിച്ചു കളയുന്നത് ശുഭമല്ല. ഒരെണ്ണമെങ്കിലും വീടുകളിൽ നിലനിർത്തുന്നത് ഏറ്റവും ശുഭകരവുമാണ്. മറ്റൊന്ന് തുളസിയാണ്. തുളസി വീടുകളിൽ ധാരാളം വളർന്നു വരുന്നു എങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു സൂചനയാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ വീടിന്റെ കിഴക്ക് വശത്ത് വടക്ക് കിഴക്കുണ്ട് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. ഈശ്വരാധീനം ആ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ലക്ഷ്മി നാരായണ കടാക്ഷം ആ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ വീടിന് ചുറ്റും പിടിച്ചു വരികയാണ് എങ്കിലും ഏറ്റവും വിശേഷമാണ്. കൂടാതെ ധാരാളമായി തുളസി പൂക്കുന്നു എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചനയായി പരാമർശിക്കാം. കാരണം ആ വീടുകളിൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നു എന്ന സൂചനയാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിലുണ്ട് എന്നതിൻ്റെ അർത്ഥമാണ് വീടിൻ്റെ പല ഭാഗങ്ങളിലുമായി തനിയെ തുളസി വളർന്നു വരുന്നത്. എന്നാൽ ഒരിക്കലും അശുദ്ധി ആ സ്ഥലങ്ങളിൽ പാടുള്ളതല്ല. ചെളിവെള്ളമോ മലിനജലമോ ഒരിക്കലും ആ ഭാഗത്ത് വരാൻ പാടുള്ളതല്ല. അഴ പോലും വരാൻ പാടില്ല എന്നാണ് പറയുക. അതിനാൽ തുളസിയുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾ പ്രാധാന്യം നൽകണം. മറ്റൊന്ന് ചെത്തിയാണ്. ചെത്തിയും ഏറ്റവും ശുഭകരമായ ഒരു സസ്യം തന്നെയാകുന്നു. വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഭാഗ്യം കൊണ്ടുവരും, അല്ലെങ്കിൽ ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കാം. വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിൻ്റെ സൂചനയാണ് ധാരാളമായി ചെത്തി പൂക്കുക എന്ന കാര്യം. വീടുകളിൽ പിടിച്ചു വരുന്നു എങ്കിൽ അത് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട അനുകൂലമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. കൂടാതെ ധാരാളമായി പൂക്കുകയാണ് എങ്കിൽ ദേവിയുടെ അനുഗ്രഹവും ആ വീടുകളിൽ ധാരാളമായി ഉണ്ട്, അല്ലെങ്കിൽ ദേവീ പ്രീതികരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ദേവിയുടെ അനുഗ്രഹത്താൽ ഏറ്റവും ശുഭകരവും സന്തോഷകരവുമായ നിമിഷങ്ങൾ വന്നു ചേരും. പ്രധാനമായും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരാം. ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ശുഭകരമായ വാർത്തകൾ, രക്ഷപ്പെടുവാൻ സഹായകരമായ ചില അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നർത്ഥമാക്കാം. മുല്ല വീടുകളിൽ തനിയെ വളർന്നു വരികയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. കാരണം ലക്ഷ്മി നാരായണ കടാക്ഷം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ലക്ഷ്മി നാരായണന്മാരുടെ കടാക്ഷവും
ആ വീടുകളിലേക്ക് വന്ന് ഭവിച്ചിട്ടുള്ളതിനാൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ മാത്രമല്ല, ആ വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കും. കലഹമുണ്ട് എങ്കിൽ ആ വീടുകളിൽ കലഹങ്ങൾ ക്രമേണ കുറഞ്ഞു വരും. അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ വർദ്ധിക്കും. ഇപ്രകാരം തനിയെ വളർന്നു വരുന്നു എങ്കിൽ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. മറ്റൊന്ന് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം വീടുകളിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. എന്നാൽ പലർക്കും അതിന് സാധിക്കാത്ത സാഹചര്യമുണ്ട്. കാരണം പലരും വളർത്തുവാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതായ ഭൂമിയാണ് എങ്കിൽ ശംഖുപുഷ്പം തനിയെ വളർന്നു വരും എന്നാണ് പറയുക. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിനാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരാൻ പോകുന്നു. അഥവാ അത്തരം ചില അവസരങ്ങളായിരിക്കും ഭഗവാനായി തന്നെ നൽകുക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. അവസരങ്ങൾ, ശുഭകരമായ വാർത്തകൾ, ധനപരമായ ഉയർച്ചയ്ക്കുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തീർച്ചയായും ഈ പുഷ്പം നിങ്ങളുടെ വീടുകളിൽ വളരുന്നു എങ്കിൽ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. വെള്ളിയാഴ്ച ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. പരമശിവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. വിഷ്ണുക്രാന്തി എന്ന സസ്യം നിങ്ങളുടെ വീടുകളിൽ തനിയെ വളർന്നു വരികയാണ് എങ്കിൽ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് സംഭവിക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ടെൻഷനുകളുണ്ട് എങ്കിൽ അത്തരം ടെൻഷനുകൾ ഒഴിഞ്ഞു പോകും എന്നും സന്താന സൗഖ്യമാണ് ജീവിതത്തിലേക്ക് ഫലമായി വന്നു ചേരുക എന്ന് കൂടി മനസ്സിലാക്കുക. സന്തോഷകരമായ നിമിഷങ്ങൾ, മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടിയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ലക്ഷ്മി നാരായണ കടാക്ഷം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഏറ്റവും ശുഭകരമായ സൂചനയാണ്. മറ്റൊന്ന് ഞവര തനിയെ വളർന്നു വരുന്നു എന്നതാണ്. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ പണം വന്നു ചേരാൻ പോകുന്നു. ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ധനപരമായ ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ ഞവര അല്ലെങ്കിൽ പനിക്കൂർക്ക വീടുകളിൽ പിടിച്ചു വരുന്നു എങ്കിൽ ശുഭകരമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ധാരാളമായി പിടിച്ചു വരുന്നതായ സാഹചര്യം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ, മഹാലക്ഷ്മി കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായി തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ പൂക്കുന്നതായ സാഹചര്യം ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ, അഥവാ നിങ്ങളുടെ വീടുകളിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എങ്കിൽ അർത്ഥമാക്കേണ്ടതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ വീടുകളിൽ സർവ്വ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നർത്ഥമാക്കാം. ഏറ്റവും ശുഭകരവും ജീവിതത്തിൽ അനിവാര്യവുമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി പരാമർശിക്കാം. ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് സഹായം വന്നു ചേരാം. ദീർഘായുസ് വന്നു ചേരുന്നതിൻ്റെ സൂചനയായി പരാമർശിക്കാം. രോഗദുരിതങ്ങൾ അകലുകയും ആരോഗ്യപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിൻ്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ തീർച്ചയായും ഈ സസ്യം ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ പൂക്കുന്നു എങ്കിൽ അത് ഈശ്വരാധീനമുള്ളതിനാൽ കൂടിയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് എങ്കിലും ദർശനം നടത്താം. ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ വഴിപാടായി നടത്തണം. അതോടൊപ്പം നെയ്വിളക്ക് കൂടി ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുക. ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ, ഭാഗ്യം അനുകൂലമാവുക, ധനപരമായ വർധനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്ന് വരിക തന്നെ ചെയ്യും. ഏറ്റവും ശുഭകരമായ സൂചനകൾ തന്നെയാണ് ഇത്.